നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന് നിഗമനം. അന്വേഷണത്തിന് പുതിയ സംഘം. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘത്തെ നിയോഗിച്ചു. ആദ്യ സംഘത്തിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘത്തെ നിയോഗിച്ചത്. കഴിഞ്ഞ 11 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ബംഗളൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഒരു കേസിൽ മാത്രമാണ് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ നൽകിയ ഹർജി തിരുവനന്തപുരം ജില്ലാ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി. കോതക്കുറിശ്ശിയിൽ നിന്നാണ് പോലീസ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇയാളെ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അക്രമികൾ ഉറങ്ങിയ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി പോലീസിനെ വിളിക്കുകയായിരുന്നു. ബിസിനസ് രംഗത്തെ വൈരാഗ്യമാണ് കാരണമെന്ന് വ്യവസായി പറഞ്ഞു. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലിയാണ് കണ്ടെത്തിയത്. ഇയാളെ തോക്ക് ചൂണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരിച്ച നിലയിൽ. ഹോസ്റ്റൽ മുറിയിലാണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അക്ഷയ് ചന്ദ്രനാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ടയർ പഞ്ചറായി വഴിയിൽ കുടുങ്ങിയ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചു കയറി. യുവാവിന്റെ ദാരുണാന്ത്യം. കോവളം ജംഗ്ഷന് സമീപം ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച യുവാവിന്റെ ദാരുണാന്ത്യം. നെയ്യാറ്റിൻകര പെരുമ്പതൂർ പുന്നക്കാട് വാറുവിള വിനീഷ് ഭവനിൽ VP വിനീഷാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കോവളം ട്രാഫിക് സിഗ്നലിന് ശേഷമുള്ള സ്ഥലത്തായിരുന്നു അപകടം. സ്വകാര്യ നിർമ്മാണ കമ്പനിയുടെ സൂപ്പർവൈസർ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പതൂരിൽ നിന്ന് ചാക്ക ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. കത്തി നശിച്ചത് 10ലധികം ബോട്ടുകൾ. കുരീപ്പുഴയിൽ നിർത്തിയിട്ടിരുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. 10ലധികം മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ബോട്ടുകൾ പൂർണ്ണമായും കത്തിയമർന്നു. ആളപായമില്ല. തീയണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. ബോട്ടുകളിലെ ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചതിനാൽ ആർക്കും അടുത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഡീസൽ ടാങ്കുകൾക്ക് തീപിടിച്ചതും അഗ്നിബാധയുടെ വ്യാപ്തി കൂട്ടി.